നിയമസഭയിലും ഈ വിഷയം എത്തി. +1 സീറ്റ് പ്രതിസന്ധി. സീറ്റ് ക്ഷാമമുണ്ട് എന്ന് സമ്മതിച്ചു മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. കുട്ടികൾക്ക് പഠിക്കാൻ അവസരമുണ്ടാക്കണമെന്ന് ദേവർകോവിൽ പറഞ്ഞു. അതേസമയം ന്യായീകരണവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും രംഗത്തെത്തി. സീറ്റില്ല എന്നത് വ്യാജ പ്രചരണമെന്ന് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു. ഏതാണ്ട് 21,640 കുട്ടികൾക്ക് പ്രവേശനം ലഭിക്കാത്ത സാഹചര്യമുണ്ട്. ഇതിൽ അടിയന്തരമായി ഒഴിഞ്ഞു കിടക്കുന്ന ആ സീറ്റുകളെ കുറിച്ച് കൂടി പരിഗണിച്ചുകൊണ്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് സൂചിപ്പിച്ചു. മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ബാച്ചുകൾ അനുവദിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലഘട്ടത്തിലാണെന്ന കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഹയർ സെക്കൻഡറി +1 പ്രവേശനത്തിനുള്ള സീറ്റ് ക്ഷാമം പരിഹരിക്കുന്നതിന് താൽക്കാലികമായി അനുവദിച്ചതും നിലനിർത്തിയതും ഷിഫ്റ്റ് ചെയ്തതുമായിട്ടുള്ള ബാച്ചുകൾ ഈ അധ്യയന വർഷവും തുടരുന്നതിനും മലബാർ മേഖലയിലെ എല്ലാ സർക്കാർ സ്കൂളുകളിലും 30% മാർജിനൽ സീറ്റ് വർധനവും എല്ലാ എയ്ഡഡ് സ്കൂളുകൾക്കും 20% മാർജിനൽ സീറ്റ് വർധനവും ആവശ്യപ്പെടുന്ന എയ്ഡഡ് സ്കൂളുകൾക്ക് അധികമായി 10% മാർജിനൽ സീറ്റ് വർധനവും അനുവദിച്ച് ഉത്തരവായിട്ടുള്ളതാണ്. വിവരങ്ങളുമായി അഖിൽ പാലോട്ട് മഠം ചേരുന്നു. അഖിൽ, നിയമസഭയിലും ഈ വിഷയം വലിയ തോതിൽ ചർച്ചയായി. എന്താണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണം? സർക്കാരിൽ നിന്ന് തന്നെ വിമർശനം ഉണ്ടായിരുന്നു. പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്തായിരുന്നു? വീണ, +1 സീറ്റിൽ വലിയ പ്രതിഷേധം പൊതുസമൂഹത്തിന് മുമ്പിലും വിദ്യാർത്ഥി സംഘടനകൾ ഉയർത്തി നിൽക്കുന്ന സമയത്താണ് നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ പ്രത്യേക സബ്മിഷനായി ഭരണപക്ഷത്തെ ഒരു MLA തന്നെ മുൻ മന്ത്രി കൂടിയായ അഹമ്മദ് ദേവർകോവിൽ ഉന്നയിക്കുന്നത് മലബാർ മേഖലയിൽ സീറ്റ് പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയായിരുന്നു അഹമ്മദ് ദേവർകോവിൽ സബ്മിഷനിലൂടെ പറഞ്ഞത്. പക്ഷേ എന്നാൽ അതിനെ അംഗീകരിക്കാൻ മറുപടി നൽകിയ വിദ്യാഭ്യാസ മന്ത്രി തയ്യാറാകില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് +1 സീറ്റുകൾ മാത്രം തേടുന്നത് കൊണ്ടാണ് ചെറിയ പ്രശ്നങ്ങൾ നേരിടുന്നത്. പോളിടെക്നിക്, IT, ഓപ്പൺ സ്കൂൾ തുടങ്ങിയ കാര്യങ്ങളിൽ കൂടി വിദ്യാർത്ഥികൾ പോകുന്ന സമയത്ത് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ സാധിക്കും. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച വിളിച്ചിട്ടുണ്ട്. ആ ചർച്ചയിൽ വിദ്യാർത്ഥി സംഘടനകൾ പറയുന്നത് കൂടി കേട്ടിട്ട് കാര്യങ്ങൾ തീരുമാനിക്കും എന്നതായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി മറുപടിയിൽ പറഞ്ഞത്. പ്രതിപക്ഷവും ഈ കാര്യം ഉന്നയിച്ച് പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടിയാണ് ഈ കാര്യം സഭയിൽ സബ്മിഷനായി ഉന്നയിച്ചത്. പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടണം എന്ന് തന്നെയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഉറപ്പായി നൽകിയിരിക്കുന്നത്. വീണ, ശരി അഖിൽ.